Hello, good morning. Good morning. Good morning. Yes, a very good morning to everybody. Yes, so welcome to yet another live session from Mavelikara, and this is Swarsha. And this is Binsi. Okay. Yes, a few people are joining. Let's wait for a couple of minutes. Yes. Okay, yes. Good morning, everybody. Good morning. Yes. Okay. So today we are here to discuss the word confirm. Confirm keyword in different scenarios. ഓക്കെ സോ നമ്മുടെ ലാസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു ലൈക്ക് കൺഫേം എന്ന് പറയുന്ന കീ വേർഡ് നമുക്ക് ഡിഫറെൻറ്റ് സിനാരിയോസിൽ വരുന്നതാണ്. സോ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹിയർ വി ആർ ആൻഡ് ഓൾസോ ടു സോ ആസ് ടു ഗെറ്റ് മച്ച് മോർ ക്ലാരിറ്റി അബൌട്ട് വാട്ട് ഇസ് ദിസ് എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ വരിക, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ആവും. ദാറ്റ്സ് വൈ വി ആർ ഹിയർ ടുഡേ. യെസ്. സോ സ്റ്റുഡൻസിന് പൊതുവേ കൺഫേം എന്നുള്ള കീവേഡ് പൊതുവേ ഡൗട്ട് വരുന്നൊരു ഒരു കീവേഡാണ്. അവർക്ക് അതെങ്ങനെ ചെയ്യണമെന്ന് അറിയാത്ത, അത് റോങ് ആയിട്ട് ചെയ്യുന്ന യൂസേജ് പല പ്രാവശ്യം കണ്ടതുകൊണ്ടാണ് ആ കൺഫേം എന്ന് തന്നെ കോട്ട് ചെയ്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. സോ വി ക്യാൻ അഷ്യൂർ ദാറ്റ് ഇഫ് യു ആർ ജസ്റ്റ് കോൺസ്റ്റൻ്റ്ലി വ്യൂയിങ് ദിസ് ലൈവ്, ഡെഫിനറ്റ്ലി യു ഗെറ്റ് ആൻ ഐഡിയ റിഗാർഡിങ് ഹൗ ടു യൂസ് കൺഫേം നൗ ഓൺവേർഡ്സ്. ഓക്കെ, ഡിഫറെൻറ്റ് സിനാരിയോസ്. കാരണം എപ്പോഴും കൺഫേം എന്ന് പറയുന്നത് ഒരേ സിനാരിയോയിലല്ല, ഡിഫറെൻറ്റ് സിനാരിയോയിൽ വരും. ഗുഡ് മോർണിംഗ് വിനോദ്. ഗുഡ് മോർണിംഗ്. ഹോപ്പ് യു ആർ ഡൂയിങ് ഫൈൻ. യെസ്, വെരി ഗുഡ് മോർണിംഗ് വിനോദ്. ഓക്കെ, യെസ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ലെറ്റ്സ് ബിഗിൻ, റൈറ്റ്? സോ യാ സോ നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു രണ്ട് കാർഡ്സിനെ ബേസ് ചെയ്ത് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതി, സോ ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് ക്ലാരിറ്റി റാദർ ദാൻ ടോക്കിംഗ് ഓൾ ദ ടൈം, ബിക്കോസ് ഇൻ ദ ഫസ്റ്റ് സ്ലൈഡ് വി ഡിസ്കസ് സർട്ടൻ കീവേഡ്സ്. ഓരോ സിനാരിയോയിൽ വരുന്ന കീവേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇന്നത്തെ ഇതിൽ നമുക്ക് ആ ഒരു എങ്ങനെ വരും ആ കൺഫേം കീവേഡ് ഡിഫറെൻറ്റ് സിനാരിയോയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന കാർഡ് എക്സാമിന് ചോദിച്ച ഒരു കാർഡാണ്. ജസ്റ്റ് ആക്ച്വലി നോട്ട് മച്ച് റിമെമ്പറിങ് ദ എക്സാക്ട് ഡേറ്റ്, ബട്ട് ഐ ക്യാൻ സേ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് കാർഡ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇപ്പം ഈ കാർഡ് നമ്മൾ എക്സാം സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അപ്പം അവിടെ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൺഫേം കൊണ്ട് തന്നെയാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ. സോ നമുക്ക് ആസ് എ ഹോൾ എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ലൈക്ക് ആസ് എവ്രിബഡി നോ, നമുക്കൊരു ക്യൂ കാർഡ് അല്ലെങ്കിൽ ഒരു റോൾ പ്ലേ കാർഡ് ഇസ് ആക്ച്വലി ഡിവൈഡഡ് ഇൻ ടു 3 parts, ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് എ സെറ്റിംഗ്. ദെൻ മൂവിങ് ഓൺ വിഡ് ബി ആർ സിനാരിയോ ഓർ ബാക്ക്ഗ്രൗണ്ട്, ഫോളോഡ് ബൈ ദാറ്റ് വിൽ ബി ഹാവിങ് ആർ ടാസ്ക്. അപ്പോൾ നമ്മൾ യൂഷ്വലി പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ സെറ്റിംഗ് ഇവിടെ തന്നിരിക്കുന്നത് ഹോസ്പിറ്റൽ വാർഡ്. ദെൻ മൂവിങ് ഓൺ ടു ദി സിനാരിയോ പാർട്ട്, ഇറ്റ് ഈസ് ഗിവൻ ഹിയർ ദാറ്റ് യുവർ പേഷ്യൻറ്റ് ഇസ് 55 years old and is due to be discharged following a knee procedure to repair a meniscal tear. So you see the patient to give discharge information on recovery and wound care. അപ്പോൾ ഇവിടെ നമ്മളൊരു സിനാരിയോ വായിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ സെറ്റിംഗ് മാത്രം നോക്കി കേസ് ഒരിക്കലും കൺഫേം ചെയ്യരുത്. നമ്മളിപ്പോൾ എടുത്ത് പറയുന്ന ഒരു കാര്യം കൂടിയാണത്. സോ സിനാരിയോ വായിച്ചിട്ട് നമുക്ക് കേസ് പ്രോപ്പർലി കൺഫേം ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കീവേഡ്സ് ഉണ്ട്. നമുക്കൊരു കേസ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീവേഡ്സ് ഗിവൺ ആണ്. സോ ദ ഫസ്റ്റ് തിങ് വുഡ് ബി ഡ്യൂ ടു ബി ഡിസ്ചാർജ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിനർത്ഥം? പേഷ്യൻ്റ് ഡിസ്ചാർജ് ആവാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ്. ഡ്യൂ ടു ബി ഡിസ്ചാർജ്ഡ് ആണ്. അപ്പോൾ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയിട്ടില്ല, ഹീസ് ഇൻ വെയിറ്റ്. ഓക്കെ, യെസ്, ഹീസ് ഗോയിങ് ടു ഡിസ്ചാർജ് ആവാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നമ്മൾ പോകുന്നത് ഇപ്പോൾ യു സീ ദ പേഷ്യൻ്റ് ടു ഗീവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻഫർമേഷൻ, ഐ മീൻ പോസ്റ്റ് ഡിസ്ചാർജ് ഇൻഫർമേഷൻ. പോസ്റ്റ് ഡിസ്ചാർജ് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിനെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. മോർ ഓവർ വൂണ്ട് കെയർ. യെസ്. അപ്പോൾ ഇങ്ങനത്തെ കാർഡ്സ് കോമൺലി നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നതാണ്. നമുക്ക് എക്സാമിന് ഒരു 10 ഡിഫറെൻറ്റ് റോൾ പ്ലേ കാർഡ്സാണ് അവരെപ്പോഴും എടുക്കുന്നത്. സോ അതിനകത്ത് തന്നെ ഒരു പ്രൊസീജിയറിന് മുന്നേ അല്ലെങ്കിൽ ഒരു സർജറിക്ക് മുന്നേ നിങ്ങളൊരു പേഷ്യനെ അപ്രോച്ച് ചെയ്യുന്നു, അല്ല പ്രൊസീജിയറിന് ശേഷം അല്ലെങ്കിൽ സർജറിക്ക് ശേഷം നിങ്ങളൊരു പേഷ്യനെ അപ്രോച്ച് ചെയ്യുന്നു. ഇങ്ങനെ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാർഡ്സ് എപ്പോഴും എക്സാമിന് അവർ യൂഷ്വലി എക്സാം പാറ്റേണിൽ വരുന്നത് തന്നെയാണ്. സോ പ്ലീസ് നോട്ട് kind of these type of cards, it's very important. Okay, yeah, so let's move on to our topic. That so നമുക്ക് സെറ്റിംഗ് സിനാരിയോ വായിച്ച് നോക്കുമ്പോഴേ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഇതൊരു നോൺ കേസ് ആണ്,
അല്ലേ? ഫസ്റ്റ് തിങ് ഈസ് ഹോസ്പിറ്റൽ വാർഡാണ്. പക്ഷെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് താഴെയുള്ള സിനാരിയോ പ്രോപ്പർലി വായിക്കാം. അവിടെ നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഡ്യൂ ടു ബി ഡിസ്ചാർജ്ഡ്, നമ്മൾ എന്തിനാണ് പോകുന്നത്, ടു ഗീവ് പോസ്റ്റ് ഡിസ്ചാർജ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ക്ലാരിറ്റി തരുന്നുണ്ട്. സോ ദിസ് ഈസ് എ നോൺ കേസ്. അപ്പോൾ നോൺ കേസ് ആണെന്ന് കൺഫേം ചെയ്താൽ നമ്മൾ എന്താണ് ബിൻസി ചെയ്യേണ്ടത്? യെസ്. So if it is a known case, then you need to ask the patient name in the preparation time itself. Yes, exactly. 3-minute preparation ടൈമിൽ നിങ്ങളുടെ പേഷ്യൻ്റെ പേര് നിങ്ങൾ ചോദിച്ച് കൺഫേം ആക്കി വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. And we have already discussed where exactly you need to put that patient name as a from our side. ഞങ്ങളൊരു സജഷൻ വെച്ചിട്ടുണ്ടായിരുന്നു പ്രീവിയസ് സെഷനിൽ. സോ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. സോ ഇവിടെയും അതുപോലെ തന്നെ മൊത്തവും കാർഡ് വായിച്ചതിന് ശേഷം എന്താണ് പേഷ്യൻ്റ് നെയിം ചോദിക്കാൻ നിൽക്കുന്നതിനോട് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. കാരണം നമ്മളപ്പോൾ റഷ് ചെയ്യും. ഹൗ മേ അഡ്രസ്, അപ്പോൾ ടൈമിന് വേണ്ടിയിട്ട് അപ്പം പെട്ടെന്നായി പോകും, റഷ് ആയിരിക്കും. അപ്പോൾ അതിനേക്കാളും ബെറ്ററാണ് സെറ്റിംഗ് സിനാരിയോ വായിക്കുമ്പോഴേ നമുക്ക് കേസ് മനസ്സിലാവും. അപ്പോൾ വെനെവർ യു ഹാവ് കൺഫേം ദാറ്റ് ദിസ് ഈസ് എ നോൺ കേസ്, സോ our humble suggestion is, do ask the patient's name there itself. So patient name, your name എന്ന് ചോദിക്കാൻ പാടില്ല. പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് പ്രൊഫഷണൽ രീതിയിൽ തന്നെ ചോദിക്കാം. ഹൗ മേ ഐ അഡ്രസ് യു ഡ്യൂറിങ് ദ കോൺവെർസേഷൻ എന്ന് ചോദിക്കാം. ആ പറയുന്ന പേര് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. സോ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ടാസ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൺഫേം പേഷ്യൻ്റ് ഇസ് ഡ്യൂ ഫോർ ഡിസ്ചാർജ് എന്നുള്ളൊരു പോയിൻ്റാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൺഫേം എന്ന് പറയുന്ന വേർഡിൽ നമുക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആ കീ വേർഡ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, നമുക്കറിയാവുന്ന ഒരു കാര്യം ഉറപ്പിക്കുന്നു. Is it compulsory to ask patient's name or can I address the patient as you? No, Steffi, the point is, ഇപ്പോൾ നമ്മൾ ഒരാളെ യു എന്ന് വിളിക്കുമ്പോൾ ആക്ച്വലി കുറച്ച് റൂഡായിട്ട് ഫീൽ ചെയ്യില്ലേ? അപ്പോൾ ഇറ്റ് വുഡ് ബി മച്ച് ബെറ്റർ ഇഫ് വി ആർ ഗിവിങ് that sort of an approach. And so they are also having that kind of practice calling their names. അതാണ് അവരെപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അവരുടെ ഒരു പ്രാക്ടീസ് അനുസരിച്ച് അവരെ പേര് വിളിച്ച് അഡ്രസ് ചെയ്യുന്നതാണ് അവർക്ക് എപ്പോഴും ഒരു എന്താ പറയുക കൺവീനിയൻറ്റ് വേ ഓഫ് അഡ്രസ്സിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കുറച്ചും കൂടി ലൈക്ക് ഇഫ് യു ആർ ഗിവിങ് ഇൻഫർമേഷൻ, യെസ് യു ഹാവ് ടു ഡു ദിസ് തിങ്, യു ഫെമിലിയർ വിത്ത് ദിസ് തിങ് എന്നൊക്കെ പറയുന്നതിനേക്കാളും സോ യെസ് തോമസ് ഡു യു നോ അബൌട്ട് ദിസ് തിങ്. അപ്പോൾ ആ ഒരു തോമസ് വിളിച്ചതിന് ശേഷം നമ്മൾ എക്സാക്ട്ലി ഇടയ്ക്ക് യു വരുന്നുണ്ട്, പക്ഷേ ആ പേരൊന്ന് വരുമ്പോഴത്തേക്കും വാട്ട് എക്സാക്ട്ലി the whole thing changes. Why? Because അപ്പോൾ നമുക്ക് ഒരു IPR ആവുന്ന പോലത്തെ that indicates that you are that much familiar with that patient. നിങ്ങൾ അത്രയും ആ പേഷ്യനോട് കണക്റ്റഡ് ആണ് എന്നാണ് ആ പേര് നിങ്ങൾ യൂസ് ചെയ്യുന്നതിലൂടെ കാണിക്കുന്നത്. So that's why we are just constantly telling to our students that you need to carry the patient name throughout the role play. Yes, use the name. So Steffi, our humble suggestion would be kind of ask the patient's name. അപ്പോൾ നമുക്കും എന്താണ് സിനാരിയോ മനസ്സിലായി, കേസിനെ പറ്റി ഒരു ഐഡിയ ഉണ്ട് എന്നുള്ള ഒരു, അപ്പോൾ നമ്മൾ പേഷ്യൻറ്റുമായിട്ടും എന്താണ് ഫാമിലിയർ ആണെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നുണ്ട്. സോ ഡു യൂസ് ദ പേഷ്യൻസ് നെയിം സോ ആസ് ടു ഗിവ് എൻ ഇൻഡിക്കേഷൻ അബൌട്ട് ദി പ്രോപ്പർ IPR മെയിൻറ്റെയിൻ ആവുന്നുണ്ടെന്നുള്ളൊരു ഐഡിയയും കൂടി ആവും. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Then moving on. So confirm patient is due for discharge. നമ്മൾ ഈ ഒരു പോയിന്റ് എങ്ങനെ തുടങ്ങും? ഇപ്പോൾ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് എന്താണ്, വി ആർ ഹിയർ ടു ടെൽ ദം അബൌട്ട് ഡിസ്ചാർജിനെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്. നമുക്കത് എങ്ങനെ തുടങ്ങാം? സോ ഫോർ ഇൻസ്റ്റൻസ് ഇഫ് മൈ പേഷ്യൻ്റ് ഇസ് ബിൻസി, ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും, വെൽ ബിൻസി ഐ എം ഗ്ലാഡ് ടു ഇൻഫോം യു ദാറ്റ് യു ആർ ഡ്യൂ ഫോർ ഡിസ്ചാർജ് എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്, ഡിസ്ചാർജ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ ദെൻ ഗീവ് റീസൺ ഫോർ യുവർ വിസിറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻഫർമേഷൻ ഓൺ റിക്കവറി ആൻഡ് വൂണ്ട് കെയർ. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഞാൻ അവിടെ വന്നിരിക്കുന്നത് ഈ ഒരു കാര്യം ഇൻഫോം ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ ഇൻഫർമേഷൻ കൊടുക്കാനും കൂടിയാണ്. അപ്പോൾ ഇത് ഒറ്റ സെൻറ്റൻസിൽ അങ്ങ് പറഞ്ഞു പോവാതെ നമുക്കൊരു എന്താണ് പ്രോപ്പർലി ഇൻഡിക്കേറ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെ പറയാം, സോ ഫോർ ഇൻസ്റ്റൻസ് ഇഫ് മൈ പേഷ്യൻ്റ് ഇസ് ബിൻസി, I'll be saying, well Binsi, I'm glad to inform you that you are due for discharge. Moreover, I'm here to give you information on recovery and wound care. എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഫൈൻഡ് ഔട്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഫൈൻഡ് ഔട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അവിടെയും എങ്ങനെ അതിനെ ആ ഒരു ഫൈൻഡ് ഔട്ട് എന്നുള്ള കീവേഡിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു ഫ്രേസ് യൂസ് ചെയ്യാം, അതും ഞങ്ങൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. കുഡ് യു പ്ലീസ് ടെൽ മീ ഹൗ യു ഫീൽ. സോ അവിടെ വിത്തിൻ ബ്രാക്കറ്റ് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഹൗ യു ഫീൽ മാത്രം പറഞ്ഞ് നിർത്തരുത്, അതിൻ്റെ ഒപ്പം തന്നെ അതും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്ത് ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റുഡൻസ് പലപ്പോഴും
ഐ മീൻ നോർമൽ കോൺവെർസേഷൻ കാർഡ്സിലൊക്കെ ഡയറക്റ്റ് അവരെപ്പോഴും ഹോസ്പിറ്റൽ വാർഡിലെ സിറ്റുവേഷൻസ് വെൽ ഹൗ ആർ ഫീലിംഗ് നൗ ലെറ്റ്സ്, അപ്പോൾ ഈ ഒരു രീതി ഫോളോ ചെയ്ത് വരുന്ന കുറേ കാർഡ്സ് ഉണ്ട്. സോ ആ ഒരു രീതിയിലായിരിക്കും കൂടുതൽ ഈ ടാസ്കിനെ അപ്രോച്ച് ചെയ്യാൻ പോവുക. അപ്പോൾ അവർ ഡയറക്റ്റ് ഈ കൺഫേം പേഷ്യൻ്റ് ഇസ് ഡ്യൂ അത് മേ ബി വിട്ടുകളയും, ഗീവ് റീസൺ ചിലപ്പം പറഞ്ഞെന്നിരിക്കും. ദെൻ ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് ഹൗ പേഷ്യൻറ്റ് ഫീൽസ്. ചിലപ്പോൾ അത് ചെയ്യുന്നവരുണ്ട്, പക്ഷേ അത് ചെയ്യുമ്പം വെൽ ഹൗ ആർ ഫീലിംഗ് നൗ ലെറ്റ്സ് അത്രയും ചോദിച്ച് മാത്രം നിർത്തുന്ന ഒരു ടെൻഡൻസിയാണ് കാണാറുള്ളത്. പിന്നെ കൺഫ്യൂഷൻ തോന്നും ആ ബ്രാക്കറ്റിലുള്ള കാര്യം എവിടെ യൂസ് ചെയ്യണം. അതെ, അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ഒരു റിപ്ലൈ അവിടെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ ആ ബ്രാക്കറ്റിലെ പോയിന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു കോഡ് ദ ബ്രാക്കറ്റ് ഇൻഫർമേഷൻ വൈ യു ആർ ജസ്റ്റ് എലിസിറ്റിംഗ് ദ ടാസ്ക്. സോ അവിടെ how are you feeling now, alerts? Do you feel any pain or discomfort right now? എന്നും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. കാരണം എന്താന്ന് വെച്ചാൽ അവരെ നമുക്കറിയാം, നമ്മൾ ചോദിക്കുന്നതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ കൗണ്ട് ആൻസേഴ്സ് ആണ് ഇന്റർലോക്യൂട്ടറിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പെയിൻ്റെയും ഡിസ്കംഫർട്ടിൻ്റെ കാര്യം അവരങ്ങ് പറയും. അപ്പോൾ പിന്നെ നമ്മൾ ആലോചിക്കും ഇത് ഞാനിനി എവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഹായ് ആദിത്യ, ഹലോ. യെസ്, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പോയിന്റ്. യെസ്, സോ അവിടെ കൺഫേം ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ഓപ്പറേഷൻ ഓർ അനസ്തെറ്റിക് ആർ കോമൺ എന്നാണ് തന്നിരിക്കുന്നത്. അതിൻ്റെയും ബ്രാക്കിൽ അവർ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ടയേർഡ്നെസ്, ലൈറ്റ് ഹെഡഡ്നെസ്, ഇംപ്രൂവ്മെൻറ്റ് ഇൻ 48 hours. അവിടെ കൊണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ആവുകയാണ് അല്ലേ. അപ്പോൾ അവിടെ എന്താണ് പറഞ്ഞത്? കൺഫേം ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ഓപ്പറേഷൻ ഓർ അനസ്തെറ്റിക് ആർ കോമൺ. അപ്പം നമ്മളവിടെ തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പേഷ്യനോട് അല്ലേ, ഫൈൻഡ് ഔട്ട് ഹൗ പേഷ്യൻ്റ് ഈസ് ഫീലിംഗ് എന്നാണ്. എന്തെങ്കിലും വേദനയോ ഡിസ്കംഫോർട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് പേഷ്യനോട് ചോദിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ദ പേഷ്യൻ്റ് വിൽ സേ യാ നഴ്സ് ഐ ഡു ഹാവ് സം കൈൻഡ് ഓഫ് ലിറ്റിൽ ബിറ്റ് പെയിൻ ആസ് വെൽ ആസ് യെസ് ഐ എം ടയേർഡ് ആൻഡ് ഐ ഡു ഹാവ് സം കൈൻഡ് ഓഫ് ഡിസ്കംഫോർട്ട് ടു. സോ അങ്ങനെ ഒരു റിപ്ലൈ തന്നെ പേഷ്യൻ്റെ ഭാഗത്തുനിന്ന് വരും. അപ്പോഴാണ് ശരിക്കും നമ്മൾ ആ ഒരു പോയിന്റ് റിലേറ്റ് ചെയ്താണ് സംസാരിക്കേണ്ടത്. അപ്പം പേഷ്യൻ്റ് അങ്ങനെ ഒരു പ്രോബ്ലം നമ്മളോട് പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പറയേണ്ടത്? വെൽ ഐ എം റിയലി സോറി ടു ഹിയർ ദാറ്റ് യു ആർ എക്സ്പീരിയൻസിങ് കൈൻഡ് ഓഫ് എ പെയിൻ ആസ് വെൽ ആസ് ടയർഡ്നെസ് ആൻഡ് ഡിസ്കംഫോർട്ട് ഇൻ യുവർ സൈഡ്. വെൽ നത്തിങ് ടു ബി വറി അലർട്സ്, ബട്ട് ഐ ക്യാൻ സേ അറ്റ് ദ സെയിം ടൈം ദീസ് കൈൻഡ് ഓഫ് ആഫ്റ്റർ എഫക്ട്സ് ആർ കോമൺ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ അനസ്തെറ്റിക് എഫക്ട്. സോ അങ്ങനെയാണ് അവിടെ പറയേണ്ടത്. ഓക്കെ, അതൊന്നും കൂടി നമുക്ക് എന്താണ് ഐ കൻ കൺഫേം ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ഓപ്പറേഷൻ ഓർ അനസ്തെറ്റിക് ആർ കോമൺ എന്ന് പറഞ്ഞ് ഇവിടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതേപോലെ നിങ്ങൾക്ക് തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഐ ക്യാൻ കൺഫേം യു അലേർട്സ് ദീസ് ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ഓപ്പറേഷൻ ഓർ അനസ്തെറ്റിക് ആർ കോമൺ. ഐ ക്യാൻ എക്സ്പ്ലെയിൻ യു ഇൻ ഡീറ്റെയിൽ. സോ ഡ്യൂറിംഗ് ദ സർജറി യു മേ ബി ഹാവ് ഗിവൺ ദ അനസ്തീഷ്യ. For as a side effect of that, there is a chance of getting tiredness, lightheadedness, and all, but nothing to be worried. It will get improved in 48 hours. You will be improved. അങ്ങനെ പറയാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം. കാരണം ഇവിടെ സ്പെസിഫിക് ആയിട്ട് രണ്ടിടത്ത് കൺഫേം വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും അല്ലേ. ആ കൺഫേം ഒരു കൺഫ്യൂഷൻ ഉള്ള കൺഫേം ആണ്. സോ അത് നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യത്തെ കൺഫേമിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൺഫേം പേഷ്യൻ്റ് ഇസ് ഡ്യൂ ഫോർ ഡിസ്ചാർജ് ആവാൻ പോവാന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഐ എം ഹിയർ ടു ടെൽ യു ഇൻഫോം യു ദാറ്റ് വെൽ ജോൺ ഓർ വെൽ ബിൻസി ഐ എം ഹിയർ ടു ഇൻഫോം യു ദാറ്റ് യു ആർ ഡ്യൂ ഫോർ ഡിസ്ചാർജ് എന്നാണ് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ചില കേസിൽ തന്നിട്ടുണ്ടാവും കൺഫേം റീസൺ ഫോർ യോർ വിസിറ്റ്. അവിടെയും നമുക്ക് ഇത് തന്നെയാണ് പറയേണ്ടത്. വെൽ ഐ എം ഹിയർ ടു ഇൻഫോം യു ദാറ്റ് യു ആർ ഡ്യൂ ഫോർ ഡിസ്ചാർജ് ഓർ ഐ എം ഹിയർ ടു ഗിവ് ഇൻഫർമേഷൻ ഓൺ യോർ ഡിസ്ചാർജ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇത്രയും നിങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്താൽ മതി. ബ്രാക്കറ്റിൽ ഒരു ഇൻഫർമേഷൻ തന്നിട്ട് അവരൊരു ബുള്ളറ്റ് പോയിന്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു ടേക്ക് ദാറ്റ് ദ ബ്രാക്കറ്റ് ഇൻഫർമേഷൻ അതുപോലെ എടുത്ത് കോട്ട് ചെയ്ത് നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. നിങ്ങളത് വിട്ട് കളയരുത്. അങ്ങനെ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് അവിടെ ലോസ് ആകും. കാര്യം ബ്രാക്കറ്റ് തന്നിട്ട് നിങ്ങൾ പറയാതിരിക്കുമ്പം ഇറ്റ് വിൽ ബി നോട്ട് ഗുഡ് ഫോർ ദ ലെക്ചേഴ്സ് ഓഫ് ദ കണ്ടന്റ്. അപ് ടു ദ മാർക്ക് ആകില്ല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ബ്രാക്കറ്റിലുള്ള ഇൻഫർമേഷൻസ് ഒരിക്കലും വിട്ട് കളയരുത്. അവിടെ എങ്ങനെയാണോ തന്നേക്കുന്നത് അത് അതുപോലെ കോട്ട് ചെയ്ത് സംസാരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ കൗണ്ടർ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് അവർക്കും പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ദർസ് നോ മിസ്റ്റേക്ക് ഇൻ യൂസിങ് ഇറ്റ്. ഓക്കെ, ആൻഡ് ജസ്റ്റ് ലൈക്ക് വി ടോൾഡ് യു, ഇത് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്നും പാരഫ്രൈസ് ചെയ്യുന്നില്ല. എവറിത്തിങ് വാട്ട് എവർ ഗിവൺ ഇൻ ദിസ് കാർഡ് വി ആർ ജസ്റ്റ് വി ആർ പുട്ടിങ് ഔട്ട് ഇൻ എ കോൺവെർസേഷണൽ മോഡ്. കാരണം ഇവിടെ ഇപ്പോൾ പോയിന്റ് ആയിട്ടാണ് ടാസ്ക് തന്നിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ ഒരു കോൺവെർസേഷൻ ശൈലിയിലേക്കാക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വി ആർ നോട്ട് ഈവൻ പാരഫ്രൈസിങ്. ഇപ്പോൾ പീപ്പിൾ യൂസ് ടു ഫീൽ എങ്ങനെയാണ് ഒരു സെന്റൻസ് സ്ട്രക്ചർ ചെയ്യുന്നത്, അവിടെ ഡിഫിക്കൽട്ടി ആണ്, അല്ലെങ്കിൽ പിന്നെ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് വരില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ആണ്. അപ്പോൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് അങ്ങനെ ഒരു സെൽഫ് കോൺഷ്യസ്നെസ് വരുന്നുണ്ടെങ്കിൽ വി വുഡ് സേ, അതായത് ഇതുപോലത്തെ നമ്മൾ ഓൾറെഡി ഓരോ കീവേഡ് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരു ഐഡിയ തന്നിട്ടുണ്ട്. ഓൾറെഡി വി ഹാവ് ഗിവൺ എ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ റിഗാർഡിംഗ് ദി യൂസ് ഓഫ് കീവേഡ്സ്.
സോ ഓരോ പ്ലീസ് കീവേഡും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ലൈക്ക് കഴിഞ്ഞ സെഷനിൽ ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ, അവർ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഐ നോ ദാറ്റ് യു പീപ്പിൾ വിൽ ബി ഫാമിലിയർ വിത്ത് ദിസ് തിങ്. അപ്പോൾ നമുക്ക് കൺഫേം എന്നുള്ളൊരു പോയിന്റ് ഇവിടെ നമ്മൾ എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് തിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡിസ്ക്രൈബ് എക്സ്പെക്റ്റഡ് പോസ്റ്റ് ഓപ്പറേഷൻ നീ സിംറ്റംസ് എന്നുള്ളതാണ് അടുത്തത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ഓപ്പറേഷൻ നമ്മളോട് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എക്സ്പെക്റ്റഡ് പോസ്റ്റ് ഓപ്പറേഷൻ നീ സിംറ്റംസ് എന്നുള്ളതാണ്. സോ അവിടെ അത് പറയുമ്പോഴത്തേക്കിനും വീണ്ടും നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ബ്രാക്കറ്റിൽ അവർ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് എക്സ്പെക്റ്റഡ് നീ സിംറ്റംസ്. അവിടെയുണ്ട് പെയിൻ ഓർ സ്വെല്ലിംഗ്, ഗ്രാജുവൽ റിഡക്ഷൻ 1 to 12 വീക്സ് ആണ് അവർ പറയുന്നത്. ഓൾറൈറ്റ്, അപ്പം അവിടെ എങ്ങനെയായിരിക്കും അത് പറയുക? വെൽ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ആൻഡ് ടു യു സം ഓഫ് ദ പോസിബിൾ എക്സ്പെക്റ്റഡ്, ഒന്നുകിൽ പോസിബിൾ പറയാം അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് പോസ്റ്റ് ഓപ്പറേഷൻ നീ സിംറ്റംസ്. സോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ? യെസ് നഴ്സ്. So you may experience some kind of pain or swelling in your knee, but you need to be worried at all. It will be get gradually reduced within 1 to 12 weeks. All right, am I clear to you, Alex? അങ്ങനെ ചോദിക്കാം. സോ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ടാസ്കിൽ നമുക്ക് 3 പോയിന്റ് ആണ് നമ്മൾ കൺവേ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ആഫ്റ്റർ എഫക്റ്റ് പറയുന്നുണ്ട്, സിംറ്റംസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മാനേജ്മെന്റ് ഓഫ് പെയിൻ പറയുന്നുണ്ട്. ആർ ഹംബിൾ സജഷൻ വുഡ് ബി എല്ലാം ഒറ്റയടിക്ക് നിങ്ങൾ അങ്ങ് പറഞ്ഞു പോവാണ്ടിരിക്കുക. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങുകയാണെങ്കിൽ, സോ ലെറ്റ് മീ കൺഫേം, ഐ കൻ കൺഫേം ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ഓപ്പറേഷൻ ഓർ അനസ്തെറ്റിക് ആർ കോമൺ, വിച്ച് ഇൻക്ലൂഡ് ടയർഡ്നെസ്, ലൈറ്റ് ഹെഡഡ്നെസ്, ഇംപ്രൂവ്മെന്റ് ഇൻ you will get an improvement in 48 hours. So you don't need to worry. Moreover, let me describe the expected post-operative knee symptoms എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും അവിടെ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മോണോളോഗ് ആവുന്ന ടെൻഡൻസി ഉണ്ട്. അതെ. സോ പിന്നെ നമ്മൾ ആ പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലായോ എന്നുള്ളൊരു പോയിന്റ് നമ്മൾ ചോദിക്കുന്നില്ല. വി ആർ നോട്ട് ഈവൻ ചെക്കിംഗ് ദി അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി പേഷ്യൻറ്റ്. സോ വാട്ട് വി വുഡ് പ്രിഫർ ദാറ്റ് ഓരോന്നും പറഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊന്ന് അവരെ അണ്ടർസ്റ്റാൻഡിംഗ് ചെക്ക് ചെയ്യാം. അതേപോലെ ഇപ്പം ഞാൻ ചെയ്തതുപോലെ അവിടെ നമ്മൾ ആദ്യം കൺഫേം പറഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ ഡിസ്ക്രൈബ് പറയുമ്പോൾ പ്രൊസീഡ് ചെയ്യട്ടെ, ഞാനത് പറഞ്ഞു തരട്ടെ. അപ്പം ഡെഫിനറ്റ്ലി യു ക്യാൻ ഇൻവോൾവ് ദ പേഷ്യൻറ്റ് ടു യുവർ conversation. Why? Because it is pretty important that you're maintaining it in a dialogue manner. And എന്താണ് ഒരു കോൺവെർസേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ് അല്ലെങ്കിൽ വൈറ്റൽ എലമെൻറ്റ് ഓഫ് എ കോൺവെർസേഷൻ ഇസ് മെയിൻറ്റെയിനിങ് ഇറ്റ് ഇൻ എ ഡയലോഗ് ഫോം. അപ്പോൾ രണ്ടുപേരും ഇൻവോൾവ് ആയിരിക്കണം. ഇപ്പോഴത്തെ ഒരു ടാസ്കിൻ്റെ മോഡൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവിടെ തന്നെ പറയേണ്ട, അല്ലെങ്കിൽ ഒറ്റ പോയിന്റിൽ തന്നെ നമുക്ക് 3-4 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഫോക്കസ് ചെയ്യുക, എല്ലാം ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞു പോകാണ്ടിരിക്കുക. ആർ ഹംബിൾ സജഷൻ വുഡ് ബി കുറച്ചും കൂടി അതിനൊരു ഇമ്പാക്റ്റ് തോന്നിക്കാൻ. ഈ തന്നിരിക്കുന്ന കോണ്ടന്റ് ആർക്കായാലും പ്രസന്റ് ചെയ്യാം, പക്ഷെ അതിനല്ല, ഇമ്പാക്റ്റ് എത്രത്തോളം കിട്ടുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ വാട്ട് വി ക്യാൻ ഡു ഹിയർ ഇസ് ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോന്നിൻ്റെയും പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എന്താണ് അവർക്കത് മനസ്സിലായോ, അണ്ടർസ്റ്റാൻഡിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ് സരിത. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് സരിത. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ അഡ്വൈസ് ഓൺ വൂണ്ട് കെയർ. അപ്പോൾ നമ്മൾ വൂണ്ട് കെയറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കീപ്പിംഗ് ഡ്രസ്സിംഗ് ഡ്രൈ ആൻഡ് കവേർഡ്. We just missed one point. Explain how to manage pain or swelling. സോ നമുക്കത് നോക്കുകയാണെങ്കിൽ, സോ എക്സ്പ്ലെയിൻ ഹൗ ടു മാനേജ് പെയിൻ ഓർ സ്വെല്ലിംഗ്, നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. സോ എലവേഷൻ ഓഫ് ലെഗ് ആൻഡ് കോൾഡ് കംപ്രസിൻ്റെ കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. മോർ ഓവർ പെയിൻ കില്ലർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഹൗ ടു സോ നമ്മൾ എന്താണ് അവിടെ ഒരു പോസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞുള്ള നീ സിംറ്റംസ് പറയുന്നുണ്ട്. പെയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ സ്വെല്ലിംഗ് ഉണ്ടാവും. അപ്പോൾ പേഷ്യൻ്റ് ഒരു ചെറിയൊരു എന്തായാലും ഡെഫിനറ്റ്ലി ഒരു ആൻഷ്യസ് ആവാൻ ചാൻസ് ഉണ്ടല്ലേ. ഐ ഹോപ്പ് യു ഗോട്ട് മൈ പോയിന്റ്. ഡോണ്ട് വറി, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ടു യു ഹൗ to manage the pain and swelling. For that, you need to elevate your leg. Moreover, you can apply cold compress and certain painkillers will be provided from our side. Or painkillers will be provided to you എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. കാരണം എന്താണ്, നമ്മളാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് നമുക്കത് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. സോ ഐ ഹോപ്പ് യു ഗോട്ട് മൈ പോയിന്റ് എന്ന് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, So moving on to the next point, advice on wound care. Right? അപ്പോൾ അവിടെ ഉണ്ട് കീപ്പിംഗ് ഡ്രസ്സിങ് ഡ്രൈ ഓർ കവേർഡ്, റീപ്ലേസിങ് ഇഫ് വെറ്റ് ഓർ ഫോൾസ് ഓഫ്, റിമൂവിങ് ഡ്രസ്സിങ് ആഫ്റ്റർ 5 days. ഓൾറൈറ്റ്, അപ്പം അഡ്വൈസ് ചെയ്യുകയാണ് വൂണ്ട് കെയറിനെ പറ്റി. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് പേഷ്യൻ്റ് അണ്ടർസ്റ്റാൻഡിങ് ചെക്ക് ചെയ്യാം. സോ അലക്സ്, ഡു യു നോ എക്സാക്ട്ലി ഹൗ യു നീഡ് ടു ഡു ദ വൂണ്ട് കെയർ ബൈ യുവർ സെൽഫ് ആഫ്റ്റർ ഗോയിങ് ഹോം? വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ വൂണ്ട് കെയർ ചെയ്യണമെന്ന് അറിയാവോ അലക്സെ? ഒന്നുകിൽ അങ്ങനെ നിങ്ങൾക്ക് പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ കൂട്ടാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ യു അബൌട്ട് ദ വൂണ്ട് കെയർ മാനേജ്മെൻറ്റ് റൈറ്റ് നൗ. സോ ക്യാൻ ഐ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അത് പറഞ്ഞു പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ അലക്സ്, യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഓൾവേസ് കീപ്പിംഗ് യുവർ ഡ്രസ്സിങ് ഡ്രൈ ആൻഡ് കവേർഡ്, and try to replace the dressing if it wets or falls off.
And it is very important for you to notice that, or it is very important for you to remove your dressing after 5 days. It is very much necessary in your case, Alex. I hope that it is clear to you, isn't it? അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അണ്ടർസ്റ്റാൻഡിങ് ചെക്ക് ചെയ്യുക. ആൻഡ് കമ്മിങ് ടു ദിസ് പോയിന്റ്, അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും നമുക്ക് 3 പോയിന്റ് തന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരൊറ്റ ടാസ്കിൽ നമ്മൾ വീണ്ടും ഐഡിയാസ് കൺവേ ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ റിമൈൻഡ് പേഷ്യൻ്റ് അബൌട്ട് സ്റ്റിച്ചസ്. അപ്പോൾ സ്റ്റിച്ചിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനിയും പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. എന്തൊക്കെ ഇൻഫർമേഷനാണ് ഗിവൻ? ഡിസോൾവബിൾ, നോ നീഡ് ഫോർ റിമൂവൽ. സോ അത് അണ്ടർസ്റ്റാൻഡിങ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം, ലെറ്റ് മീ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം, ലെറ്റ് മീ റിമൈൻഡ് യു അബൌട്ട് ദ സ്റ്റിച്ചസ്. ദ സ്റ്റിച്ചസ് ആർ ഡിസോൾവബിൾ, നോ നീഡ് ഫോർ റിമൂവൽ. ഐ ഹോപ്പ് യു ഗോട്ട് മൈ പോയിന്റ് എന്ന് നമുക്ക് അവർ അണ്ടർസ്റ്റാൻഡിങ് ചെക്ക് ചെയ്യുകയും ചെയ്യാം. സോ നോക്കിക്കേ, ഡിസ്ക്രൈബ് സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ റിക്വയറിങ് മെഡിക്കൽ അറ്റൻഷൻ. അപ്പോൾ ഈ ഒരു പോയിന്റ് വളരെ കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും കാർഡ്സിൽ ഉണ്ടാകുന്നതാണ്. സാധാരണ ഈ പോയിന്റ് ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് ഒക്കെ ആയിട്ടാണ് വരിക. അപ്പം ഈ ഒരു പോയിന്റ് നിങ്ങളെല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും അല്ലേ? അപ്പോൾ അവിടെ നോക്കിക്കേ, ഇൻക്രീസ്ഡ് പെയിൻ, റെഡ്നസ് അറ്റ് വൂണ്ട് സൈറ്റ്, ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യണം എന്നുള്ളൊരു ഒരു ഇൻഫർമേഷനാണ് നിങ്ങളോട് പാസ് ചെയ്യുന്നത്. സോ ഹൗ ക്യാൻ യു സേ ഈസ് അലർട്സ്. സോ now I'm just going to tell you something important. So if you are just noticing any kind of signs of infection in your wound, you just need to understand you may require medical attention. So just please be warned if you are just getting any kind of symptoms like increased pain, redness at your wound site, or experiencing high temperature. So Alas, do you think that you can come back here for the medical attention if you are experiencing any of these symptoms? Varan pattumo, let's say. യെസ് നഴ്സ്, അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യുമോ എന്ന് നോക്കാം. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുമോ, അങ്ങനെ വേണമെങ്കിൽ അവർ വറീഡ് ആവേണ്ട ആവശ്യമില്ല. വി ആർ ഗിവിംഗ് ബി ഏബിൾ ടു ചെക്ക് ദോസ് വാർണിംഗ് സൈൻസ് അലർട്സ്. യെസ്, നമുക്ക് മെൻഷൻ ചെയ്യാം. സോ വി ഹോപ്പ് till here you're getting everything in clarity. You got a clarity about the same. Moving on, find out if patient has someone to accompany him or her home. എന്തുകൊണ്ടാണ്? to stay first 24 hours, help with practical task and also shopping. നമുക്കറിയാം ഈ ഒരു പേഷ്യൻ്റ് എന്ത് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. സോ ഡിസ്ചാർജ് ആവുന്ന എന്ത് കഴിഞ്ഞിട്ടാണ്? ഫോളോയിങ് എ knee procedure due to a repair, ടിയർ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ വീട്ടിൽ ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ ടേക്ക് കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദാറ്റ്സ് വിൽ ബി ഗിവിംഗ് ഇൻഫർമേഷൻ. സോ വി നീഡ് ടു ചെക്ക്, ഇസ് ദ പേഴ്സൺ അലോൺ ഓർ ഇസ് ദർ എനി വൺ ടു ടേക്ക് കെയർ ഓഫ് ദ പേഴ്സൺ. അതുകൊണ്ട് നമുക്ക് എന്ത് മെൻഷൻ ചെയ്യാം? ഫൈൻഡ് ഔട്ട് എന്നൊരു ടാസ്ക് ആണ്. നമുക്ക് ആ ടാസ്ക് എങ്ങനെ തുടങ്ങാമെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ മേ ഐ നോ ഇഫ് യു ഹാവ് സംവൺ ടു അക്കമ്പനി യു ഹോം. യെസ്, അത് നമുക്ക് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ചോദിക്കാം, സോ അക്കമ്പനി യു ഹോം ടു സ്റ്റേ വിത്ത് യു ഫോർ ദ ഫസ്റ്റ് 24 hours ആൻഡ് ടു ഹെൽപ്പ് യു വിത്ത് പ്രാക്ടിക്കൽ ടാസ്ക് വിച്ച് ഇൻക്ലൂഡ്സ് ഷോപ്പിംഗ്. ഇസ് ദർ എനി വൺ ജോൺ എന്ന് നമുക്ക് അവരോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ മേ ഐ നോ ഇഫ് യു ഹാവ് സം വൺ ടു അക്കമ്പനി യു ഹോം ടു സ്റ്റേ വിത്ത് യു ഫോർ ദ ഫസ്റ്റ് 24 hours ആൻഡ് ഹെൽപ്പ് യു വിത്ത് പ്രാക്ടിക്കൽ ടാസ്ക് ലൈക്ക് ഷോപ്പിംഗ്. യെസ്, ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അവർ മെൻഷൻ ചെയ്യുന്നതാണ് എന്താണ് അവർ റിപ്ലൈ പറയുന്നത്. അതിന് നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, വെൽ എന്നൊന്ന് റെസ്പോണ്ട് ചെയ്യുക. ഫോർ ഇൻസ്റ്റൻസ് ആരെങ്കിലും ഉണ്ട്, യെസ് ഐ ഹാവ് മൈ സിസ്റ്റർ അറ്റ് ഹോം എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ യെസ് ജോൺ അല്ലെങ്കിൽ വെൽ ജോൺ എന്ന് നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, അതെ. സോ അങ്ങനെ പറയുമ്പോഴത്തേക്കിനും യു ക്യാൻ സേ, അവിടെ നോക്കി എംഫസൈസ് നീഡ് ഫോർ സപ്പോർട്ട് പോസ്റ്റ് ഡിസ്ചാർജ് എന്നുള്ളതാണ് അല്ലേ? അപ്പം മേ ബി അവർ ആ അടുത്ത പോയിന്റ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ആരും ഇല്ല അല്ലെങ്കിൽ എൻ്റെ ആവശ്യമുണ്ടോ നഴ്സേ എന്ന് ചോദിക്കുന്ന ഒരു പോയിന്റ് ആവാം. മേ ബി മൈ സിസ്റ്റർ വിൽ കം ബട്ട് ഇറ്റ് ഈസ് ആർ റിയലി നെസസറി ടു സ്റ്റേ ഫോർ ഹർ ഫോർ ദ ഫസ്റ്റ് 24 hours. അത് അത്രയ്ക്കും നെസസറി ആണോ നഴ്സേ എന്നൊരു ക്വയറി ആയിരിക്കാം പേഷ്യൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുക. സോ ദാറ്റ്സ് വൈ യു നീഡ് ടു സ്ട്രെസ് ദാറ്റ് പോയിന്റ്. നമ്മളത് സ്ട്രെസ് ചെയ്യുകയാണ്, അതിന് ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുകയാണ്. അതെ. സോ എംഫസൈസ് നീഡ് ഫോർ സപ്പോർട്ട് പോസ്റ്റ് ഡിസ്ചാർജ്. അവിടെ എന്താണ് കൊടുത്തേക്കുന്നത്? പേഷ്യൻസ് റെസ്ട്രിക്റ്റഡ് മൊബിലിറ്റി ഓർ വെയിറ്റ് ബിയറിംഗ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കൺവിൻസ് ആയിട്ട് പേഷ്യനോട് സംസാരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എംഫസൈസ് എന്നൊരു വേർഡ് വന്നതുകൊണ്ട് തന്നെ ആ പോയിന്റ് പറയുമ്പം ഒരു സ്ട്രോങ് കീവേഡ് അവിടെ ഉണ്ടായിരിക്കണം. അറ്റ് ദ സെയിം ടൈം വി നീഡ് ടു കൺവിൻസ് ദ പേഷ്യൻറ്റ്. ഓൾ റൈറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും? അലക്സ്, ഐ ഡു പെർഫെക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ ബട്ട് ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു സംതിങ്. ആസ് യു ആർ അണ്ടർഗോൺ ദ സർജറി, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു ഓർ യു മേ ബി സ്ട്രഗ്ലിംഗ് വിത്ത് യുവർ മൊബിലിറ്റി for some days. So it is very important for you to get an attention about somebody else for an assistance. So just let's
understand that you may be having some restricted mobility and you can't do the weight bearing for some days. So it is very important for you to stay somebody as an assistance with you. Yes. Or I strongly recommend you to stay your sister with Ask you your sister for to stay with you. yeah, for doing these kind of task or Yeah. for helping you to meet your basic routines or activities of daily living. So ആ രീതിയിൽ നിങ്ങൾക്ക് അവിടെ പറയാം. മെൻഷൻ ചെയ്യാവുന്നതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എംഫസൈസ് എന്ന് പറയുമ്പോഴേ നിങ്ങൾ ആലോചിച്ച് വേണം അവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മൾ കുറച്ചും കൂടി സ്ട്രെസ് ഔട്ട് ചെയ്ത് പറയണമെന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് അവിടുന്ന് കിട്ടുന്നതാണ്. സോ യു ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദ സെയിം. സോ വി ഹോപ്പ് ദാറ്റ് ഇറ്റ്സ് പ്രിറ്റി ക്ലിയർ നൗ. അപ്പോൾ നമ്മൾ ഒരു കൺഫേം എംഫസൈസ് എന്നുള്ള വേർഡ് കാണുമ്പോൾ തന്നെ ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് യു, ഇറ്റ് ഈസ് ഇമ്പറേറ്റീവ്, ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ, ഇറ്റ് ഈസ് ഹൈലി റെക്കമെൻഡഡ്. സോ ആ രീതിയിലുള്ള കീവേഡ്സ് അവിടെ ഉണ്ടായിരിക്കണം, യൂസ് ചെയ്തിരിക്കണം. എന്താന്ന് വെച്ചാൽ അത് നമ്മൾ സ്ട്രെസ് ഔട്ട് ചെയ്ത് പറയുന്ന ഒരു വേർഡാണ്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് പ്രിറ്റി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഡു ദ സെയിം. ഓക്കെ. സോ നമ്മൾ ഈ ഒരു കാർഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? സോ കൺഫേം കീവേഡ് ഇൻ ഡിഫറെൻറ്റ് സിനാരിയോസ്. നമ്മുടെ ഫസ്റ്റ് സിനാരിയോ ആണ് നമ്മൾ നോക്കിയത്. ആൻഡ് ഫ്രം ദ സിനാരിയോ ഇറ്റ് സെൽഫ് വി ഗെറ്റ് ടു നോ ദാറ്റ് ദിസ് ഇസ് എ നോൺ കേസ്. ആൻഡ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു കൺഫേം കേസ്, ഒരു കൺഫേം എന്ന് പറയുന്ന കീവേഡ് ഒരു നോൺ കേസിൽ വരാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത്, റീസൺ ഫോർ യോർ വിസിറ്റ് കൺഫേം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു നോൺ കേസ് ആയിരിക്കും. വെൻ യു ആർ if given in role play, how can we start? Warn, risk off. Yes, definitely. That's a reasonable question, Vinod. അപ്പോൾ അങ്ങനെ ഇപ്പോൾ warn, let me warn you എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. That's not the right way. ഇപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ warn patient risk off. So നമുക്കത് പറഞ്ഞു കൊടുക്കാം. So there are certain risk factors. Like for instance, നിങ്ങൾ പറയുന്ന ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിലും, so let me tell you that. So അല്ലെങ്കിൽ it is my responsibility to educate you regarding the risk of. Yeah, I'm just remembering an example for the same question. So one of risk, so there's a card stating one of using antibiotics. Okay, so അവിടെ ആ one of using antibiotics available at home എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പേഷ്യൻ്റെ ഭാഗത്തു നിന്ന് ഒരു ക്വയറി അവിടെ വരാതെ ഒരിക്കലും നിങ്ങൾക്ക് വോൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ വോൺ അബൌട്ട് ദ യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് അറ്റ് ഹോം എന്ന് കണ്ടു കഴിഞ്ഞാൽ വാട്ട് യു നീഡ് ടു ഡു ഈസ് യു നീഡ് ടു ആസ്ക് ഫോർ ദ പേഷ്യൻറ്റ് കൺസേൺ. എന്താണ് അവർക്ക് കൺസേൺ ചോദിക്കുക. സോ അവർ ഡെഫിനറ്റ്ലി പറയും നേഴ്സ് ക്യാൻ ഐ യൂസ് ദ ആൻറ്റിബയോട്ടിക്സ് വിച്ച് ഇസ് അവൈലബിൾ അറ്റ് മൈ ഹോം ചെയ്യട്ടെ. യെസ്, ഐ തിങ്ക് വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദ തിങ്. സോ അവിടെ പറയാം വെൽ അലക്സ് ഐ എം റിയലി സോറി ടു ഇൻഫോം യു ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ റെക്കമെൻഡഡ് പ്രാക്ടീസ് ടു യൂസ് ദോസ് ആൻറ്റിബയോട്ടിക്സ് which is available at your home because it may delay your recovery process. So kindly follow the practice or kindly follow the advices given by the doctor. Then only you will get a better recovery pattern. So ആ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വരിക. What you need to constantly remind that you need to use I am really sorry to explain it to you. I'm really sorry to inform you that. Say that. So ഈ warn risk off എന്ന് നമുക്ക് പല രീതിയിൽ വരാം. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ warn എന്നുള്ളൊരു warn risk off എന്ന് പറഞ്ഞു വരുമ്പോൾ മേ ബി പേഷ്യൻ്റ് പറയുന്ന ഒരു കാര്യം അത് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറയണം, അല്ലെങ്കിൽ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. സോ ഐ എം സോ സോറി ടു ടെൽ യു ദാറ്റ് യു ആർ നോട്ട് സപ്പോസ് ടു എന്ന് പറഞ്ഞിട്ട് ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ കേസ് നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ പറയുകയാണ്. സോ ഫോർ ദ warn risk of complication which include heart attack, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ പറയുമ്പോൾ പേഷ്യൻറ്റിനെ പേടിപ്പിക്കാൻ പാടില്ല. അവിടെ നമ്മളൊരു നെഗറ്റീവ് കാര്യം കൺവേ ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ ഒരു പോസിറ്റിവിറ്റിയും കൂടെ നിങ്ങൾ ഷെയർ ചെയ്യണം. സോ warn risk of the complications of the the procedure എന്ന് നിങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ ബ്രാക്കറ്റിൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ so it is my responsibility to educate you regarding the risk factors of this particular procedure which include heart attack and stroke, but I can really reassure you that you don't need to worry about anything because if you're following my instructions then definitely you will be able to overcome it. എന്ന് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഈ warn എന്നുള്ളത് സോ warn എന്നുള്ളത് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ അവിടെ ഫോക്കസ് ചെയ്യേണ്ട കാര്യം നമുക്ക് എങ്ങനെ പറയാമെന്നുള്ള നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. സോ ഇറ്റ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി ടു എഡ്യൂക്കേറ്റ് യു റിഗാർഡിംഗ് ദ റിസ്ക് ഓഫ് ദിസ് തിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ലെറ്റ് മീ എഡ്യൂക്കേറ്റ് യു റിഗാർഡിംഗ് ദ റിസ്ക് ഓഫ് ദിസ് പർട്ടിക്കുലർ പ്രൊസീജിയർ വിച്ച് ഇൻക്ലൂഡ്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു നെഗറ്റീവ് കാര്യം പറയുന്നുണ്ട്. റിസ്ക് ഡെഫിനറ്റ്ലി ഒരു കോംപ്ലിക്കേഷൻ ആയിരിക്കും നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പോസിറ്റീവ് കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അവിടെ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു റീഅഷുറൻസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ വിനോദ്, വി ഹോപ്പ്
hope that you got an idea. Yeah, we hope your query is clear now. ഓക്കെ സോ കൺഫേം എന്ന് പറയുന്ന കീവേഡ് ഇൻ നോൺ കേസ്, അതായത് ഇപ്പോൾ നോൺ കേസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ എന്തായിരിക്കും, നോൺ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് എന്തായിരിക്കും, അത് നമ്മുടെ വിസിറ്റിൻ്റെ കാര്യം കൺഫേം ചെയ്യുകയായിരിക്കും. വി ഹോപ്പ് ദാറ്റ് ഇസ് പ്രിറ്റി ക്ലിയർ ടു യു. സോ വി ആർ ജസ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ആൻഡ് ദിസ് ഈസ് our next slide. And here it is given that the setting is a community health center. Followed by that, in the scenario, it is given here that you see a 50-year-old patient who has been referred for an ECG, that is electrocardiogram, because of chest pains. You explain the procedure to him or her before beginning. Yes. Okay. സോ ഇവിടെ നമുക്ക് സിനാരിയോ എന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്? ഒരു റെഫറൽ കേസാണ് വന്നിരിക്കുന്നത്. ഒരു റെഫർ ചെയ്തിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ECG പ്രൊസീജിയറിനെ പറ്റി അറിയാൻ വേണ്ടി വന്നിരിക്കുന്നു. ആളുടെ പ്രശ്നം എന്താണ്? ചെസ്റ്റ് പെയിൻ ഉണ്ട്. നമ്മൾ പ്രൊസീജിയറിന് മുന്നേ എന്താണ് ഈ പ്രൊസീജിയർ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതെ, യെസ്. സോ അവിടെ നോക്കിക്കേ, വീണ്ടും നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ദ കൺഫേം. അത് തന്നെയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ അവിടെ കൺഫേം റീസൺ ഫോർ പേഷ്യൻസ് വിസിറ്റ് എന്നാണ് അവർ കൊടുത്തേക്കുന്നത്. ബ്രാക്കറ്റിൽ ECG ഓർ ഇലക്ട്രോകാർഡിയോഗ്രാം എന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് എന്ത് കേസാണ് ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ, so that we'll get an idea how many of you are actually listening to the session, because നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. നമുക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എന്ത് കേസാണ് ഒന്ന് കമൻറ്റ് ചെയ്യോ. വാട്ട്സ് യുവർ ഐഡിയ? Can we get some quick responses? What kind of a case is this? Hi Sony. Hello Sony. Yeah, so can you please comment? കേസാണ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് പറഞ്ഞു തരുമോ? എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഇത് എന്ത് കേസായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? കൺഫേം യോർ വിസിറ്റ് ആകുമ്പോൾ അത് നോൺ ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇവിടെ കൺഫേം പേഷ്യൻ്റ് വിസിറ്റ് ആണ്. അപ്പോൾ ഇത് എന്ത് കേസായിരിക്കും? അൺനോൺ ടു നോൺ. സ്റ്റെഫി പറഞ്ഞു അൺനോൺ ടു നോൺ. യെസ്. അഖിൽ പിതാംബരൻ, ഗുഡ് മോർണിംഗ് അഖിൽ. യാ, എനി അതർ ആൻസേഴ്സ്? വേറെ ആരെങ്കിലും ഉണ്ടോ? അൺനോൺ. ബിനിത is saying it's unknown. Okay. യെസ്. നിങ്ങളുടെ ഐഡിയാസും കൂടി ഷെയർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കതിലൊരു ക്ലാരിറ്റിയോട് കൂടി പോകാൻ പറ്റൂ. ദാറ്റ്സ് വൈ വി വാണ്ട് യു ടു റെസ്പോണ്ട്. ഓക്കെ. യെസ്. ഇനി ഇങ്ങനെ ഒരു കേസ് കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരാൻ പാടില്ല. കാരണം ഇപ്പോൾ ഒരു തോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് എന്ത് കേസാണെന്നുള്ളൊരു തോട്ട് ഇപ്പോഴും വരുന്നില്ലേ ആർക്കൊക്കെയോ? അത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ദിവ്യ ജോ again unknown. Okay, ദിവ്യ. Yes. രേഷ്മ രഞ്ജിത്ത് unknown to known. Okay. Okay, fine. യെസ്. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടി അപ്രോച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ ഒരു അൺനോൺ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കൺഫേം സിനാരിയോ വരുമ്പോൾ അങ്ങനെ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ദാറ്റ് ഈസ് ആർ മെയിൻ ഇൻറ്റൻഷൻ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യാൻ പറയുന്നത്. ഓക്കെ. പിന്നെ അതിനൊപ്പം തന്നെ ഇതിന് മുന്നേ ഉള്ള ലൈവും കൂടി കാണണം എന്നൊന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞിട്ടുണ്ട് ഓരോ കീവേഡ്സിൻ്റെയും ഇമ്പോർട്ടൻസും അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും നമുക്കതിനൊരു യെസ്, ഐ തിങ്ക് ഇനഫ്. യാ. സോ അവിടെ കൺഫേം റീസൺ ഫോർ പേഷ്യൻസ് വിസിറ്റ് എന്നാണ് ബ്രാക്കറ്റിൽ ECG ഓർ ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ കുറേ പേര് പറഞ്ഞു ഇത് അൺനോൺ കേസാണ്, കുറേ പേര് പറഞ്ഞു മാം ദിസ് ഈസ് അൺനോൺ ടു നോൺ കേസാണ്. ഓൾറൈറ്റ്. സോ അവിടെ ശരിക്കും എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സിനറിക്കകത്ത് നോക്കിക്കേ, ഹു ഹാസ് ബീൻ റെഫേർഡ് ഫോർ ആൻ ECG എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ റെഫർ ചെയ്ത് വിട്ട ഒരു പേഷ്യൻ്റാണ്. സോ അവിടെ അവർ തന്നിട്ടുമുണ്ട് കൺഫേം റീസൺ, അതിൻ്റെ ബ്രാക്കറ്റ് തന്നേക്കാണ് എന്തിനാണ് പേഷ്യൻ്റ് വന്നതെന്ന് ഒരു റീസൺ അവർ തന്നിട്ടുമുണ്ട്. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ നഴ്സ് മൈറ്റ് നോ ദാറ്റ് ദ പേഷ്യൻറ്റ് മേ കം. ഓക്കെ, പേഷ്യൻ്റ് വരും എന്നുള്ളത് ഒരു ഐഡിയ ആ നഴ്സിന് ഉണ്ട് എന്നുള്ളതാണ്. കാര്യം എന്താ, പേഷ്യൻ്റ് റെഫർ ചെയ്ത് വരുന്ന കേസ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓൾറൈറ്റ്. സോ അവിടെ ആക്ച്വലി ദിസ് കേസ് ഈസ് നോട്ട് എ അൺനോൺ കേസ്. ഇത് കംപ്ലീറ്റ്ലി അൺനോൺ കേസായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. വൈ? ബിക്കോസ് നഴ്സിന് ഇവിടെ ഓൾറെഡി അറിയാം. ബിക്കോസ് ഇറ്റ് ഇസ് എ റെഫേർഡ് കേസ്. പേഷ്യൻ്റ് അല്ലാതെ നിങ്ങളെ വന്ന് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അത് അൺനോൺ ആയിട്ട് മാറുന്നത്. പക്ഷേ ഇവിടെ ഇത് റെഫേർഡ് കേസാണ്, അതുകൊണ്ട് അത് അൺനോൺ ടു നോൺ ആയിട്ടേ വരുള്ളൂ. സോ ഐ ക്യാൻ സേ സ്റ്റെഫി ആൻഡ് രേഷ്മ ഗോട്ട് ദ റൈറ്റ് ആൻസേഴ്സ്. ആൻഡ് റെനിമോൾ പറഞ്ഞ
partially പാർഷ്യലി നോൺ നമുക്ക് ആണെന്ന് കൺസിഡർ ചെയ്യാം. കൺസിഡർ ചെയ്യാം. ഓക്കെ, അതിന് കുറച്ചും കൂടി റെനിമോൾ. സോ നമ്മൾ ഇങ്ങനത്തെ ഒരു സിനാരിയോ വരുമ്പോൾ പേഷ്യൻ്റ് വരും എന്നുള്ളൊരു ഐഡിയ ഉള്ളപ്പോൾ പാർഷ്യലി നോൺ എന്നുള്ള വേർഡിനെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് അൺനോൺ ടു നോൺ കേസ് എന്നുള്ളത് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അൺനോൺ ടു നോൺ എന്നുള്ളൊരു സിനാരിയോ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ടൈപ്പ് ഓഫ് കേസസ് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കീ വേർഡ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു കേസിനെ ഐഡന്റിഫൈ ചെയ്യാം. യൂഷ്വലി സ്റ്റുഡൻസിനുള്ളൊരു ഡിഫിക്കൽട്ടിയാണ് കേസ് ഐഡന്റിഫിക്കേഷൻ. അവിടെയും ക്ലാരിറ്റിക്ക് ഉള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഐഡിയ തന്നത്. കീ വേർഡ്സ് വെച്ചിട്ട് റെഫറൽ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി വി ഹാവ് എൻ ഐഡിയ ദാറ്റ് എ പേഴ്സൺ വിൽ ബി വിസിറ്റിംഗ് അസ്. പക്ഷേ ഈ വന്ന ആൾ തന്നെയാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതാണ് ആ കൺഫേം. സോ അവിടെ നോക്കിക്കേ, കൺഫേം റീസൺ ഫോർ പേഷ്യൻസ് വിസിറ്റ് എന്ന് തന്നിട്ടുണ്ട്. ബ്രാക്കറ്റിൽ ECG ഓർ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് അവർ ഐഡിയ തന്നിട്ടുണ്ട്. ഓൾറൈറ്റ്. സോ അവിടെയും നമ്മൾ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കോൺവെർസേഷൻ, എങ്ങനെയായിരിക്കും നമുക്ക് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഫസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? പേഷ്യൻ്റ് വരുമ്പോൾ നോക്കിക്കേ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആണ്. ഓൾറൈറ്റ്. ഫസ്റ്റ് എന്ത് വേണം? അയ്യോ പീപ്പിൾ ദേ. സോ നമ്മൾ എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യാം? ഈ ഒരു കേസ് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? അൺനോൺ ടു നോൺ സിനാരിയോ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക? അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പേഷ്യൻ്റ് വന്നു. അപ്പോൾ നിങ്ങൾ റിസപ്ഷനിൽ ഇരിക്കുകയാണ്, ഒരു പേഷ്യൻ്റ് നിങ്ങളുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾ ആദ്യമേ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? വാട്ട്? സ്റ്റെഫി, ഗുഡ്. ഗ്രീറ്റ് ചെയ്യുന്നു. ഡെഫിനറ്റ്ലി വിൽ ബി ഗ്രീറ്റിംഗ് ദ പേഴ്സൺ. ഗുഡ്. വിനീത വിൽ ബി ഡെഫിനറ്റ്ലി ഗ്രീറ്റിംഗ് ദ പേഴ്സൺ. ഫോളോഡ് ബൈ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം? Next thing, just after that, what is the thing that you're going to do just after greeting the person? Yeah, greeting the patient, Steffi, definitely good. Then just after that, after greeting the patient, what are you going to do? So definitely the thing you're going to do is self introduction. Yes, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും നമ്മൾ ആരാണെന്നുണ്ട്. അതെ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, കൺഫേം എന്നാണ് ബുള്ളറ്റ് പോയിന്റ് കിടക്കുന്നത്. അപ്പം അതനുസരിച്ച് ഇൻട്രൊഡക്ഷൻ മാറും എന്നാണ് പറഞ്ഞത്. യെസ്. സോ so we can say good morning, please be seated. Well, I'm so and so, the registered nurse present in this community health center. Well, how may I help you? Or can you please confirm the reason for your visit? അപ്പോൾ അങ്ങനെ ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പം നിങ്ങൾ സാധാരണ ചോദിക്കുന്നത് ഹൗ മേ ഹെൽപ്പ് യു ആണ്. അപ്പം അതിന് പകരം ക്യാൻ യു കൺഫേം ദ റീസൺ ഫോർ യുവർ വിസിറ്റ് അങ്ങനെ ചോദിക്കാം. ആ ഒരു കൺഫേം ടാസ്ക് തന്നിരിക്കുന്നതാണ്. ഫോർ മൈ കൺഫർമേഷൻ പർപ്പസ് could you Vinod please tell me your name and age? Let me check. Yeah, good. വിനോദ്, അത് കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി നമുക്ക് അത് ശരിയാക്കാം. ഒരു ചെറിയൊരു സ്ലൈറ്റ് ഒരു ഡിഫറൻസ് അതിനകത്തേക്ക് കൊണ്ടുവരാനുണ്ട്. So can you confirm the reason for your visit? Yes nurse, I came here for an ECG. All right, so can you please confirm your name and age for my clarification, or can you please tell me your name and age for my clarification വേണ്ടി പറയാമോ? Yes nurse, you can note my name as Alats and I am 58-year-old. All right, Alats, let me check through my case sheet, or let me check my case sheet. മനസ്സിലായോ? അതായത് ഇന്ന ഒരാൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് യു പീപ്പിൾ ആർ വർക്കിംഗ് ഇൻ എ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആൻഡ് ഇന്നൊരു വർഷം നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റെക്കോർഡ്സിൽ അത് ഗീവൺ ആണ്. പക്ഷേ ഡു യു നോ ദാറ്റ് ഐ ആം വർഷ? അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചോദിക്കാം. നമ്മളൊരു അൺനോൺ പോലെ, അൺനോൺ പോലെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് സോ ആൻഡ് സോ, ഐ എം ദ നഴ്സ് വർക്കിംഗ് ഇൻ ദിസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. മേ ഐ നോ ദ റീസൺ ഫോർ യുവർ വിസിറ്റ്? അപ്പോൾ അവർ പറയുന്നത് എന്തായിരിക്കും? ഐ ബീൻ റെഫേർഡ് ഫോർ an ECG. അപ്പൊ നമുക്കറിയാം ഒരു ആളിന്ന് റെഫർ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് വിനോദ് പറഞ്ഞ് ഈ ഒരു കാര്യം യൂസ് ചെയ്യാം. ഫോർ മൈ കൺഫർമേഷൻ പർപ്പസ് കുഡ് യു പ്ലീസ് സ്റ്റേറ്റ് please provide me your health document, or could you please tell me your name and age? Let me check it. എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, അവിടെയാണ് നമ്മൾ പേര് ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ റീസ്റ്റേറ്റ് ചെയ്യാം. I can see that I have got your records here with me and you are here for an ECG procedure എന്ന് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ വന്നിരിക്കുന്നത്. So you are here for, yes Thomas, so I can see that you are here for an ECG procedure. Am I right? എന്ന് വേണമെങ്കിൽ നമ്മളൊന്നുകൂടി കൺഫേം ചെയ്ത് റീസ്റ്റേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്താൽ മതിയാവും. ദെൻ നോക്കിക്കേ, നിങ്ങളങ്ങനെ പറഞ്ഞു. ദെൻ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ബുള്ളറ്റ് പോയിന്റ് ആണ്, ഫൈൻഡ് ഔട്ട് ഹൗ പേഷ്യൻ്റ് ഈസ് ഫീലിംഗ് നൗ ആണ് കൊടുത്തേക്കുന്നത്. അതായത് ബ്രാക്കറ്റ് ചെസ്റ്റ് പെയിൻസ് ഓർ ആൻസൈറ്റി എന്നുണ്ട്. സോ നിങ്ങൾ എന്നാ ചോദിക്കണം? സോ Alats, how are you feeling about that? Do you feel any, how are you feeling now? Do you feel any chest pain or anxiety at the moment? ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ നിങ്ങൾക്കുണ്ടോ? അതെ. അപ്പം ഡെഫിനറ്റ്ലി ദ പേഷ്യൻ്റ് വിൽ ഹാവ് ആൻ ആൻസർ, ഉണ്ടെന്നോ ഇല്ലെന്നോ ആയിരിക്കും അവർ പറയുന്നത്. റെസ്പോണ്ട് ചെയ്യുക. അതെ.
ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഐം സോ സോറി ടു ഹിയർ ദാറ്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഐ എം ഫൈൻ നൗ എന്ന് that's പറയുകയാണെങ്കിൽ good. That's all right. Yeah. മെൻഷൻ ചെയ്യാം. So നെക്സ്റ്റ് have you had the ECG test before? നിങ്ങൾ നേരത്തെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? or is it the first time you are going to have the ECG procedure? ആദ്യമായിട്ടാണോ നിങ്ങൾ ECG procedure ചെയ്യാൻ പോകുന്നത്? Yes, no, this is my first time. Yes, so Vinod I'm has just also commented, from your health documents I can understand that you are here for your ECG procedure. Good. Now it's clear. അതിന് മുന്നേ ഒരു കറക്ഷൻ എന്താണ്, എന്തിനാണ് വന്നേന്നുള്ളതും കൂടി ഒന്ന് ചോദിക്കുക. Can you please confirm the reason for your visit എന്നൊന്ന് ചോദിക്കുക. അതാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ആളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ പേരും കൂടെ ഒന്ന് കൺഫേം ചെയ്യുമ്പോൾ ഇത് പറയാം. ഓക്കെ, അതെ, യെസ്. അപ്പോൾ അവിടെ നോക്കിക്കേ, ECG ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്നാ പറയാം, well, it's nothing to be worry. Anyway, I will definitely explain unto you what is an ECG procedure. അപ്പോൾ നിങ്ങൾ അവിടെ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ കണ്ടോ ഒരു 3-4 പോയിന്റ്സ് ഉണ്ടല്ലേ. റിമൂവൽ ഓഫ് ക്ലോത്തിങ് ഫ്രം വേസ്റ്റ് അപ്പ്, need to lie almost flat, attachment of electrodes to arms, legs, chest, connection to ECG recording machine, printed graph of heart activity, completion in a few minutes. ഒരു വലിയൊരു ഐഡിയ ആണ് അവിടെ തന്നേക്കുന്നത്, ഹോൾ പ്രൊസീജിയറിനെ പറ്റിയിട്ട്. അതെ, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് നിങ്ങളവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. സോ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും, let's first of all, ECG is a non-invasive procedure, so you don't need to be worried about that. Anyway, I will just give you the clear outline or the clear picture of the step or the procedure, how it is exactly doing. So first of all, we will remove your clothing from waist up. സോ അവിടെ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ. സാധാരണ സ്റ്റുഡൻസ് ഈ പോയിന്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ കണക്റ്റീവ്സ് ആഡ് ചെയ്യാറില്ല. ചിലർ ചെയ്യുമ്പോൾ അതെങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ, റിമൂവൽ ഓഫ് ക്ലോത്തിങ് ഫ്രം വേസ്റ്റ് അപ്പ്, യു നീഡ് ടു ലൈ ഓൾമോസ്റ്റ് ഫ്ലാറ്റ്, attachment of electrodes to arms, legs and chest, and connection to ECG recording machine, and printed graph of heart activity, and completion in few minutes. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആകുന്നില്ല എന്ന് മാത്രമല്ല, അതിനൊരു കംപ്ലീറ്റ് മീനിങ് അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എത്ര അത് ബോറായിട്ട് തോന്നി കാണും അല്ലേ. അപ്പം അങ്ങനെയല്ല നമ്മളത് ചെയ്യേണ്ടേ, അതിനൊരു രീതിയുണ്ട്. എക്സാക്ട്ലി, ഒരു സ്റ്റോറി പോലെ നിങ്ങൾക്ക് പറയാൻ അറിയുക എന്നുള്ളതാണ്. അപ്പം അത്രയും കൊടുത്തേക്കുന്ന സാധനം ഒരു സ്റ്റോറി പോലെ വേറൊരാൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന്. അപ്പം അത് ഇപ്പം നമ്മളൊരു മലയാളത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും, ആദ്യമായിട്ട് നിങ്ങൾ ക്ലോത്ത് റിമൂവ് ചെയ്യണം, വേസ്റ്റ് അപ്പ് വരെ റിമൂവ് ചെയ്യണം, നിങ്ങൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റായിട്ട് കിടക്കണം അല്ലേ, നമ്മൾ അങ്ങനെ ആയിരിക്കില്ലേ പറയുന്നത്. അപ്പം അതുപോലെ ഇംഗ്ലീഷിൽ സ്റ്റോറി പറയണം എന്നുള്ളതാണ്. അപ്പം എങ്ങനെ പറയാം, ആദ്യമായിട്ടെന്നാണ് നമ്മൾ പറഞ്ഞല്ലേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ പറയാൻ പറ്റും. സോ first I will explain to you in step by step. First of all, you need to remove your clothing from waist up. After that, it would be good if you can lie down almost flat. അല്ലെങ്കിൽ you need to lie almost flat. Once you settled in your bed, we will attach the electrodes to your arms, legs as well as to your chest. And the leads will be connected to the ECG recording machine, which will give a printed graph of heart activity, and you don't need to be worried about that. The procedure will be completed in a few minutes. കുറച്ച് നേരത്തിനുള്ളത് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. I hope that it is clear to you എന്ന് ചോദിക്കാം. വേണമെങ്കിൽ അങ്ങനെ ക്ലോത്ത് റിമൂവ് ചെയ്യുന്ന കാര്യം പറയുന്നു. അതിനുശേഷം ദ നീഡ് ടു ലൈ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബെൻസി പറഞ്ഞ പോലെ തന്നെ സൈൻ പോസ്റ്റ് ചെയ്യാം, ഫസ്റ്റ്ലി സെക്കൻഡ്ലി എന്ന് നിങ്ങൾക്ക് സൈൻ പോസ്റ്റ് ചെയ്ത് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഏറ്റവും ആദ്യമേ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സെൻറ്റൻസിന് കുറച്ചും കൂടി മീനിങ് വരുന്നതായിരിക്കും. ക്ലിയർ ആയോ? ഡു യു നീഡ് ടു റിപ്പീറ്റ് ദാറ്റ്? എനിബഡി വാണ്ട്സ് ടു റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം. ജസ്റ്റ് ഡു കമൻറ്റ്. ഓൾറൈറ്റ്, യാ, യെസ്. സോ വി ഹോപ്പ് ദാറ്റ് ഇറ്റ്സ് ക്ലിയർ. ഇങ്ങനെ സൈൻ പോസ്റ്റ് ചെയ്ത് പറയാന്നുണ്ടെങ്കിൽ അത് കുറച്ച് നല്ലതായിരിക്കും. കാരണം ഇവിടെ ഒരൊറ്റ കാര്യമല്ല നമ്മൾ പറയുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, പ്രൊസീജിയേഴ്സ് ഒക്കെ പറയുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യണം, സൈൻ പോസ്റ്റ് ചെയ്യുക. ഫസ്റ്റ്ലി, ദെൻ ആഫ്റ്റർ ദാറ്റ്, ഓക്കെ. സോ ജസ്റ്റ് ആഫ്റ്റർ ദിസ് തിങ് ആൻഡ് okay, yeah. Yes, Steffi said to repeat. All right, I will definitely repeat that once again. So let's nothing to be worried. The procedure I will explain it to you in step by step. First of all, you need to remove your clothing from waist up, and you need to lie almost flat. Once you settled in the bed, we will attach the electrodes to your arms, legs as well as to your chest. And the leads will be connected to the ECG recording machine, which will give a printed graph of heart activity. And you don't need to be worried about that thing. The procedure will be completed in a few minutes. Am I clear to you, Alex? അങ്ങനെ ചോദിക്കാം. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ആഫ്റ്റർ ദാറ്റ് എന്നുള്ളത് മെൻഷൻ ചെയ്യാം. ആരാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്? നാസാണ്. സോ വി വിൽ അറ്റാച്ച് ഇലക്ട്രോഡ്സ് ടു യുവർ ആംസ്, ലെഗ്സ് ആൻഡ് ചെസ്റ്റ് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യാം. അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് വിൽ കണക്ട് ഇറ്റ് ടു ദി ECG റെക്കോർഡിംഗ് മെഷീൻ. യെസ്.
followed by that we'll take printed, which will give us printed a graph of your heart activity, and the whole procedure will be completed in few minutes. Okay, Yes. Steffi? Yeah, Yes. thank you, Thank Steffi, you, for Steffi. the response. Fine. So then coming to the next point, resist request. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റെസിസ്റ്റ് റിക്വസ്റ്റ് എന്ന പോയിന്റ് വരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ക്വസ്റ്റ്യൻ ചോദിക്കുക. അതെ. കാരണം അവരെന്തോ ഒരു കാര്യം പറയുന്നതിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു നോ ആസ്ക് എ ക്വസ്റ്റ്യൻ ഓവർ ദെയർ. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു, ജോൺ. സോ ഡു യു ഹാവ് എനി കൺസേൺസ് എന്ന് ചോദിക്കാം. പേഷ്യൻ്റ് പറയുന്ന ഒരു കൺസേൺ എന്താണ്? റെസിസ്റ്റ് റിക്വസ്റ്റ് ടു ഇൻ്റർപ്രറ്റ് ECG റിസൾട്ട്. അതായത് നേഴ്സ് എനിക്കതൊന്ന് പറഞ്ഞു തരാമോ റിസൾട്ട് എന്നായിരിക്കും. പേഷ്യൻ്റെ ലാക്ക് ഓഫ് നോളജ് കൊണ്ടാണ് അത് ചോദിക്കുന്നത്. സോ വാട്ട് വി നീഡ് ടു ഡു ഹിയർ ഇസ് വി ആർ ഗോണ ഔട്ട്ലൈൻ ദ റിസർച്ച് പ്രോസസ്. എന്താണ് ആക്ച്വലി നടക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ റെസിസ്റ്റ് റിക്വസ്റ്റ് നമുക്ക് നോ വി കാൺ ഡു ദാറ്റ് എന്ന് പറയാൻ പറ്റില്ല. വി കാൺ ബി റൂഡ്. സോ ഹൗ ആർ വി ഗോൺ ഡു ദാറ്റ്? നമ്മൾ എങ്ങനെ ചെയ്യും? സോ ഐ എം സോ സോറി ടു സേ ദാറ്റ് ഐ എം നോട്ട് ദ റൈറ്റ് പേഴ്സൺ ടു ഇൻ്റർപ്രറ്റ് the ECG results to you. But you don't need to worry. Let me outline the result process. So the research process include immediate analysis of graph by doctor, then discussion with you. Okay, yes. So I hope, John, you got the point. എന്ന് നമുക്ക് അവിടെ ചോദിക്കാം. റെസിസ്റ്റ് റിക്വസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നോ എന്ന് ഡയറക്ട്ലി പറയാതെ I'm sorry to say that. I'm really sorry to say that. The doctor is the right person to explain about അല്ലെന്നുണ്ടെങ്കിൽ I'm not the right person. Yes, I'm not the right person to explain ECG result. Yes. എന്ന് മെൻഷൻ ചെയ്യാം. Just after that നമുക്ക് ഔട്ട്ലൈൻ ചെയ്ത് തരാം. Once your graph got, the immediate analysis will be done by the doctor and it will be discussed with you. Okay, എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. Followed by that നമുക്ക് ചോദിക്കാം, is it understandable എന്ന് നമുക്ക് എൻക്വയറി ചെയ്യുകയും ചെയ്യാം. Yes. And moving on to the next, reassure the patient about ECG. അപ്പോൾ റീഅഷ്യൂർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പം ഡെഫിനറ്റ്ലി പേഷ്യൻറ്റ് വിൽ ഹാവ് അനദർ ക്വയറി ദെയർ. നഴ്സേ ഇത് പെയിൻഫുൾ ആയിരിക്കുമോ? അപ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും റീഅഷ്യൂർ ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ അവിടെ വീണ്ടും നിങ്ങൾ ഓർത്തോണം ഇൻ ബിറ്റ്വീൻ കൺസേൺ ചോദിക്കാൻ കേട്ടോ, മറന്നു പോകല്ലേ. അപ്പോൾ നമ്മൾ ചോദിക്കും വുഡ് യു വാണ്ട് മീ ടു അഡ്രസ് എനി അതർ കൺസേൺ അലർട്സ്. അപ്പോഴായിരിക്കും പേഷ്യൻറ്റ് ചോദിക്കുന്നത് നഴ്സേ ഈസ് ഇറ്റ് പെയിൻഫുൾ ദ പ്രൊസീജിയർ, അങ്ങനെ ഉണ്ടോ? അപ്പോഴാണ് നമ്മൾ റീഅഷ്യൂർ ചെയ്യേണ്ടത്. എന്താണ് റീഅഷ്യൂർ ചെയ്യേണ്ടത്? പെയിൻലെസ് ആണ്, പോസിബിലിറ്റി ഓഫ് സ്ലൈറ്റ് ഡിസ്കംഫോർട്ട് ഡ്യൂറിങ് റിമൂവൽ ഓഫ് ഇലക്ട്രോഡ്സ്. ഇതാണ് റീഅഷ്യൂർ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? അലർട്സ് ഐ ഡു പെർഫെക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ സിൻസ് യു ആർ ഗോയിങ് ടു അണ്ടർഗോ ദ പ്രൊസീജിയർ ഫോർ ദ ഫസ്റ്റ് ടൈം. ഐ ഡു പെർഫെക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് യു ആർ ഫ്രസ്ട്രേറ്റഡ് അബൌട്ട് ദ സെയിം. ബട്ട് യു ഡോണ്ട് നീഡ് ടു ബി വറി. As I have mentioned earlier, the procedure is non-invasive. That means painless procedure, but there is a possibility of getting slight discomfort during the removal of electrodes. Yes, so Vinod has expressed a question. Can we use I really like to help you but my hands are tied? Definitely. That is a key word which was given from our academy itself. So definitely you can use. I really want to help you at the moment but my hands are tied and it's not അതിനർത്ഥവും നമ്മൾ അവിടെ തന്നെ കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനൊപ്പം തന്നെ പറയാം, but don't worry. Let me outline the result process and include them. Good, Vinod. We can definitely use that. All right. So അവിടെ നമ്മൾ റീഅഷ്യൂർ ചെയ്തു പേഷ്യന്റിനെ. ഇനി അടുത്ത് നോക്കിക്കേ, അടുത്ത പോയിന്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ഫംഗ്ഷൻ ഓഫ് ECG. സോ വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ECG നമുക്ക് മെൻഷൻ ചെയ്യാം. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് ECG, വിച്ച് ഇസ് ഇറ്റ് ഇസ് യൂസ്ഡ് ടു മെഷർ ദി ഹാർട്ട് റേറ്റ്, ഇറെഗുലാരിറ്റീസ് ആൻഡ് പാൽപിറ്റേഷൻസ് എക്സെട്ര. I hope I am clear to you. Moreover, let me advise you of possible need for further test. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്ലൂഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റ ടാസ്കിൽ ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് എന്ത് ചെയ്യുക? പേഷ്യൻറ്റിനെ ഇൻവോൾവ് ചെയ്ത് പോവുക. Okay, so I hope it's clear. Then let me advise you of possible need for further test which include for example dependent in results and the doctor's decision. So yes. Further test വേണ്ടായോ എന്നുള്ളത് ആരാണ് തീരുമാനിക്കുന്നത്? ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. And based on എന്തിനെ പറ്റിയിട്ടാണ്, എന്തിനെ ബേസ് ചെയ്തായിരിക്കും? ബേസ് ചെയ്തിട്ടായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. Followed by that, check if patient is wearing any jewelry or carrying his or her mobile phone. അതും കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്ത് ചോദിക്കാം നമുക്ക്? ചെക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം? സോ കുഡ് യു പ്ലീസ് ടെൽ മീ ഇഫ് യു ആർ വെയറിങ് എനി ജ്വല്ലറി ഓർ ക്യാരിയിങ് യുവർ മൊബൈൽ ഫോൺ വിത്ത് യു എന്ന് നമുക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്. അതെ. സോ അവിടെ നിങ്ങൾ ചോദിച്ചു, കൺഫേം ചെയ്തു, ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എസ്റ്റാബ്ലിഷ് പേഷ്യൻസ് കൺസെൻറ്റ് ടു ബിഗിൻ ECG എന്നാണ്. അപ്പോൾ നിങ്ങൾ പ്രൊസീജിയർ ചെയ്യാനായിട്ട് പോവാണ്. സോ യു നീഡ് ടു ടേക്ക് ദ കൺസെൻറ്റ്. അപ്പോൾ എങ്ങനെ കൺസെൻറ്റ് എടുക്കാൻ പറ്റും? സോ ക്യാൻ ഐ ഗെറ്റ് ദ കൺസെൻറ്റ് നൗ ടു ബിഗിൻ ദ പ്രൊസീജിയർ? യെസ്. ഒന്നുകിൽ അങ്ങനെ ചോദിക്കാം.
അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കുക. അല്ലെങ്കിൽ can I proceed with the ECG right now? Can you just give me your consent എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഡെഫിനറ്റ്ലി അവർ കൺസെൻറ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൺസെൻറ്റ് നമ്മൾ മേടിക്കണം. അതെ. അവർ യെസ് പറയുന്നതായിരിക്കും, നോ പറയുന്നതായിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി യെസ് ആണ് എല്ലാവരും ആണ് പറയാൻ പറയാ. പോകുന്നത്. അപ്പോൾ നമ്മൾ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുകയും കൂടെ വേണം. Well, thank you for your cooperation, Alex, or thank you for your acceptance. Yeah. So here I am I just appreciate your willingness എന്ന് നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. yes. So far we have discussed, confirm എന്ന് പറയുന്ന keyword in two different contexts. When you are visiting the patient and also when the patient is visiting you. Yeah. When you are visiting the patient, ഞാൻ പേഷ്യൻറ്റിനെ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനെ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു നോൺ കേസ് ആയിരിക്കും. യോർ റീസൺ പറയാണ്, ഞാൻ എന്തിനാണ് നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത്, ഡിസ്ചാർജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷനെ പറ്റിയിട്ടായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ വെൻ ദ പേഷ്യൻ്റ് ഇസ് വിസിറ്റിംഗ് യു, അങ്ങനെ വരുന്ന സിനാരിയോ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് എന്ത് കേസായിരിക്കും, അൺനോൺ ടു നോൺ സിനാരിയോ. ഓക്കെ, അവിടെ പേഷ്യൻ്റ് എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് നമ്മൾ ഒന്നും കൂടി ഉറപ്പ് വരുത്തുകയാണ്. അതെ. ഓക്കെ, സോ ഇനി മുതൽ നിങ്ങൾ കേസ് എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ സെറ്റിംഗ്, സെനറിയോ പ്ലസ് ദ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് ഓഫ് ദ കാർഡ് ഇത്രയും നോക്കിയിട്ട് വേണം നിങ്ങൾ കേസ് ഐഡൻറ്റിഫൈ ചെയ്ത് പോകാൻ, കേട്ടോ. ആൻഡ് കേസ് കൺഫേം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ കേസ് ആണെങ്കിൽ ഡു ആസ് ദ പേഷ്യൻസ് നെയിം ദർ ഇറ്റ് സെൽഫ്. ലേറ്റ് ആവരുത്. കാരണം എവറി ടൈം വെൻ എ പേഴ്സൺ എ കാൻഡിഡേറ്റ് ഇസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ആൻഡ് ദേ ആർ നോട്ട് ആസ്കിങ് ദ നെയിം, നമുക്കൊരു ടെൻഷൻ തോന്നുന്നു, എന്താ ചോദിക്കാത്തേ എന്നുള്ളൊരിത് വരാറുണ്ട്. അപ്പം മൈ ഹംബിൾ സജഷൻ വുഡ് ബി, എന്താണെന്ന് വെച്ചപ്പോൾ കാർഡ് മൊത്തം വായിച്ചു, യോ ടൈം ഇസ് അപ്പ് എന്ന് പറഞ്ഞിട്ട് ഹൗ മേ അഡ്രസ് എന്ന് പെട്ടെന്ന് ചോദിക്കും, നമ്മളും ആ ഒരു റഷിലായിരിക്കും. പിന്നെ ആ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിൽ കാണുകയോ സമയത്ത് ചോദിച്ചില്ലല്ലോ എന്നുള്ളൊരു തോട്ട് വരും. അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വി റിയലി ഹോപ്പ് ദാറ്റ് യു ഗോട്ട് എൻ ഐഡിയ റിഗാർഡിങ് ബോത്ത് ദ സിനാരിയോസിൽ എങ്ങനെയാണ് വരാമെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കെൻ യു ജസ്റ്റ് ടെൽ us, ഡു യു ഹാവ് എനി ഡൗട്ട്സ് സോ ഫാർ? എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ നിങ്ങൾക്ക്? കെൻ വി ആസ്ക് യു, ഡു യു ഹാവ് എനി കൺസേൺ? Regarding the confirm, the keyword. The keyword, the is that clear confirm to you? keyword. Yes, is it clear so far? Can you just tell me, can you just tell us? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി എന്നുള്ള കാര്യം ഞങ്ങൾ വിചാരിക്കുന്നു. എന്താണ് പർട്ടിക്കുലർലി ഇങ്ങനത്തെ ഒരു സിനാരിയോ വരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വിത്ത് a cue card with particularly a keyword confirm, എന്താണ് ചെയ്യേണ്ടത്? Yeah, thank you, Vinita. Thank you so much for your response, Vinita. We really hope that you got an idea. Yes, so guys, thank you so much for listening to us so far. We'll be meeting in the next session. Yes, thank you so much. Thank you so much. Tiju also. And those who wanted to see our previous sessions, please have a go through those sessions. നമ്മളൊരു കണ്ടിന്യൂറ്റിയോട് കൂടിയാണ് പോകുന്നത്. ഫസ്റ്റിൽ നമ്മൾ എങ്ങനെയാണ് കീവേഡ്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഫോളോഡ് ബൈ ദാറ്റ് നമ്മൾ പറഞ്ഞത് ഒരു ഡിഫറെൻറ്റ് കേസസ് ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ആണ്. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്തു. താങ്ക് യു സോ മച്ച് ഗൈസ്. വി ആർ ജസ്റ്റ് സൈനിങ് ഓഫ് ആൻഡ് വിൽ ബി മീറ്റിംഗ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു. ടേക്ക് കെയർ. Thank you. Take care. Bye. Have a good day.